നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെറുതെ ഇരുന്നിടത്ത് ചുണ്ണാമ്പ് തേച്ച അവസ്ഥയിലേക്ക് ഇപ്പോൾ ഹൂതികളും. യമനിൽ നിന്ന് ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഒരു മിസൈൽ പായിച്ചു. ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ രാജ്യത്തിന്റെ അതിർത്തി കടക്കുന്നതിന് മുൻപ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളോടെ തകർത്തു കളഞ്ഞുവെന്ന് ഇസ്രായേൽ പറയുന്നു. അതിശക്തമായ ബാലിസ്റ്റിക് ആക്രമണത്തെ തകർത്തെറിഞ്ഞ ഇസ്രായേൽ അതിന്റെ അവശിഷ്ട ഭാഗങ്ങൾ തങ്ങളുടെ മണ്ണിൽ വീഴുമോ എന്ന് ഭയന്നിരുന്നു. എന്നാൽ ഇന്റർസെപ്റ്ററിൽ നിന്നുള്ള കഷ്ണങ്ങൾ വടക്കൻ വെസ്റ്റ് ബാങ്കിലാണ് പതിച്ചത്. ആർക്കും പരിക്കേറ്റില്ല. ടെല്ലവീവ്, ഹൊലോൺ, റിഷോൺ, ലെസിയോൺ, പെറ്റ, ടിക്വ, ഹെർസിയ, വടക്ക് വെസ്റ്റ് ബാങ്കിലെ നിരവധി സെറ്റിൽമെന്റുകൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ സൈറണുകൾ മുഴങ്ങി. തിങ്കളാഴ്ച പുലർച്ചെ യമനിൽ നിന്ന് വിക്ഷേപിച്ച ഒരു ഡ്രോൺ ഇസ്രായേൽ നാവികസേനയുടെ മിസൈൽ ബോട്ട് മെഡിറ്ററേനിയൻ കടലിന് മുകളിൽ വെച്ച് തകർത്തിട്ടിരുന്നു. നവംബർ മുതൽ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ 6 ബാലിസ്റ്റിക് മിസൈലുകളും കുറഞ്ഞത് 5 ഡ്രോണുകളും ഇസ്രായേലിനെ ലക്ഷ്യമാക്കി പായിച്ചിരുന്നു. സമീപകാല ആക്രമണങ്ങൾക്ക് മറുപടി പറയുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഇനി അടുത്ത ലക്ഷ്യം യമനിലെ ഹൂതികൾ തന്നെയാണ്. അമേരിക്ക യമനിലെ ഹൂതികൾക്ക് നേരെ ആക്രമണങ്ങൾ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ IDF തങ്ങളുടെ നയം വ്യക്തമാക്കുന്നു. ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് ഞങ്ങൾ പ്രതികാരം ചെയ്യും. അതുകൊണ്ട് തന്നെ യമനിലെ ഹൂതികൾ കരുതിയിരുന്നു എന്ന് IDF വ്യക്തമാക്കി. കഴിഞ്ഞയാഴ്ച യമനിൽ നിന്ന് ഹൂതികൾ തൊടുത്തുവിട്ട ഡ്രോൺ സെൻട്രൽ നഗരമായ യാവ്വാനിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ പതിച്ചിരുന്നു. ഇസ്രായേൽ പ്രകോപിതരായി നിൽക്കുന്ന കാഴ്ചയാണ് ഹൂതികൾക്ക് മുന്നിൽ. ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ഇറാന്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഭാഗമായാണ് ഇത്തരം ആക്രമണങ്ങളെന്ന് ഹൂതികൾ വ്യക്തമാക്കുന്നു. 100 കണക്കിന് ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളും ഡ്രോണുകളുമൊക്കെ ഞങ്ങൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നിരത്തിയിരിക്കുന്നുവെന്നാണ് ഹൂതികൾ പറയുന്നത്. ഒടുവിൽ ഞങ്ങൾ യമൻ ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ നടത്തുമെന്ന് ഇപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗാസയിലെ ഹമാസിനെയും ലെബനനിലെ ഹിസ്ബുള്ളയും തകർത്ത് തരിപ്പണമാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ഇസ്രായേൽ ഹൂതികൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത്. സിറിയയിൽ അവശേഷിക്കുന്ന ചില ലക്ഷ്യകേന്ദ്രങ്ങൾ കൂടിയുണ്ട്. അവയ്ക്ക് നേരെ ആക്രമണങ്ങൾ തുടരുന്നു. അതിനുശേഷം ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾ സാധാരണ പ്രതിരോധിക്കുന്നത് ഇസ്രായേലിന്റെ ആരോ മിസൈൽ പ്രതിരോധ കവചമാണ്. ആരോ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യുക ഇസ്രായേലിന് വലിയ ചിലവുള്ള യുദ്ധപരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഹൂതികൾക്ക് നേരെ കടന്നാക്രമണം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും നല്ല യുദ്ധതന്ത്രമെന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നു. എന്നാൽ ഹൂതികൾക്ക് നേരെ ഇസ്രായേൽ എപ്പോൾ യുദ്ധം തുടങ്ങുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും യമനിലെ ഹൂതികൾക്ക് നേരെ തങ്ങൾ യുദ്ധം ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേലിന് നേർക്ക് അടുത്ത ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ ഒരാൾക്ക് പോലും പരിക്കേറ്റിട്ടില്ല. ഇസ്രായേലികളായ ആരും കൊല്ലപ്പെട്ടിട്ടുമില്ല. എങ്കിലും ഇത്തരം ആക്രമണങ്ങൾ ചെറുക്കുകയെന്നത് യുദ്ധത്തിൽ വലിയ ചിലവുണ്ടാക്കുന്നുവെന്നതാണ് ഇസ്രായേലിനെ അലോസരപ്പെടുത്തുന്നത്. അതിശക്തമായ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയെ നിലംപരിശാക്കിയ ഇസ്രായേൽ ഹിസ്ബുള്ളയുമായി ഒരു വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നു. ഗസയിലെ ഹമാസിൽ നിന്നും ഇപ്പോൾ കാര്യമായ ചെറുത്തുനിൽപ്പില്ല. യമനിലെ ഹൂതികളെ കൂടി ആക്രമിച്ച് തകർത്താൽ തങ്ങൾ കൂടുതൽ സുരക്ഷിതമാകുമെന്ന് ഇസ്രായേൽ കരുതുന്നു. യമൻ ഇസ്രായേലിൽ നിന്ന് 1800 കിലോമീറ്റർ അകലെയാണ്. ജനുവരി 20-ാം തീയതി അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നു. അതിനു മുൻപ് തന്നെ മേഖലയിലുള്ള യുദ്ധ പരിപാടികൾ അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് നിർദ്ദേശിച്ചിരുന്നു. യമനിലെ ഹൂതികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ പൂർണ്ണ പിന്തുണയുമായി അമേരിക്കയും എത്തും. ഇപ്പോൾ തന്നെ ഹൂതികൾക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ അമേരിക്ക നടത്തിവരുന്നു. ശത്രുവിന് നേർക്ക് ശക്തമായ ആക്രമണം, അതാണെപ്പോഴും ഇസ്രായേൽ പദ്ധതിയിടുന്നത്. സിറിയൻ മണ്ണിൽ തമ്പടിച്ചിരുന്ന റഷ്യൻ സേന ഇപ്പോൾ പിൻവാങ്ങുന്നതിന്റെ കാരണവും അതിശക്തമായ ഇസ്രായേൽ ആക്രമണങ്ങൾ തന്നെ. റഷ്യൻ സൈന്യം പൂർണ്ണമായി സിറിയയിൽ നിന്ന് പിൻവാങ്ങുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ലോകം കാണുന്നത്. റഷ്യൻ സൈന്യം സിറിയയിൽ നിന്ന് സൈനികരെ പിൻവലിക്കാൻ തുടങ്ങിയതായി തിങ്കളാഴ്ച രാത്രി CNN റിപ്പോർട്ട് ചെയ്യുന്നു. വലിയ പ്രാധാന്യമുള്ള ഒരു വാർത്തയായാണ് CNN ഇക്കാര്യം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സിറിയയിലുടനീളമുള്ള താവളങ്ങളിൽ നിന്ന് മോസ്കോ സൈനികോപകരണങ്ങൾ പിൻവലിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് CNN പുറത്തുവിട്ടത്. സിറിയയുടെ ഭാവിയിൽ തീവ്രവാദത്തിനും റഷ്യയ്ക്കും ഇറാനും സ്ഥാനമുണ്ടായിരിക്കില്ല എന്ന് ഇക്കഴിഞ്ഞ ദിവസം HTSന്റെ തലവൻ അൽ ജൊലാനി വ്യക്തമാക്കിയിരുന്നു. റഷ്യൻ സ്വാധീനം മേഖലയിൽ ഇല്ലാതാക്കുക തന്നെയാണ് HTSന്റെ ലക്ഷ്യം. റഷ്യ വടക്കൻ സിറിയയിലെ മുൻനിരയിൽ നിന്നും ആൽവെയ്റ്റ് പർവ്വതനിരകളിലെ പോസ്റ്റുകളിൽ നിന്നും ഇപ്പോൾ സൈന്യത്തെ പിൻവലിക്കുന്നു. വെള്ളിയാഴ്ച പുറത്തുവന്ന സാറ്റലൈറ്റ് ഫുട്ടേജുകൾ അത് റഷ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ കൃത്യമായി വെളിപ്പെടുത്തുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് വിമാനമാണ് ഇപ്പോൾ ടാർട്ടസ് വ്യോമമേഖലയിൽ എത്തിയിരിക്കുന്നത്.
ലതാക്കയിലെ ഫെയ്മിം എയർബേസിൽ നിന്ന് ഇപ്പോൾ വലിയ തോതിൽ ഈ ചരക്ക് വിമാനത്തിലേക്ക് യുദ്ധവിമാനങ്ങളും മറ്റ് യുദ്ധോപകരണങ്ങളുമൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന പദ്ധതിയാണ് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലതാക്ക ടാർട്ടസ് കേന്ദ്രീകരിച്ച് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ കനത്ത ബോംബാക്രമണം നടത്തിയിരുന്നു. റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയ ശക്തമായ ആക്രമണമാണ് ഇക്കഴിഞ്ഞ ദിവസം ആ മേഖലയിൽ നടന്നത്. ഇതിന് തൊട്ടുപിന്നാലെ അവശേഷിക്കുന്ന സൈനികരെയും യുദ്ധോപകരണങ്ങളുമൊക്കെയായി റഷ്യ മടങ്ങുന്ന കാഴ്ച. സിറിയൻ മണ്ണ് ഇനി തങ്ങൾക്ക് സുരക്ഷിതമല്ല എന്ന് റഷ്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നേരത്തെ ലതാക്കിയയിലും ടാർട്ടസിലുമുള്ള തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ നിലനിർത്തുന്ന കാര്യത്തിൽ HTSുമായി ചില ചർച്ചകൾ നടത്തിയിരുന്നു റഷ്യ. എന്നാൽ അനുകൂല സമീപനമല്ല HTS പുലർത്തുന്നത്. ലതാക്കിയയിലുള്ള റഷ്യൻ വ്യോമകേന്ദ്രത്തിലെത്തിയാണ് നേരത്തെ സിറിയൻ ഭരണാധികാരിയായിരുന്ന ബാഷർ അൽ അസദ് രക്ഷപ്പെട്ടത് മോസ്കോയിലേക്ക്. ഗോലാൻ കുന്നുകളിൽ നടത്തിയ അതിശക്തമായ മുന്നേറ്റത്തിനൊടുവിൽ ഇപ്പോൾ സിറിയയുടെ മണ്ണിൽ അവശേഷിക്കുന്ന യുദ്ധോപകരണങ്ങളും സൈനിക ശക്തിയുമൊക്കെ പൂർണ്ണമായി തകർത്തെറിഞ്ഞു ഇസ്രയേൽ. അസദ് ഭരണകൂടത്തിന്റെ കൈവശമുണ്ടായിരുന്ന യുദ്ധ സംവിധാനങ്ങളിൽ 90% തങ്ങൾ തകർത്തുവെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ പറയുന്നത്. ഗോലാൻ കുന്നുകളിൽ അത്ഭുതം വിരിയിച്ചുകൊണ്ട് ഇസ്രയേൽ പൂർണ്ണമായ പ്രദേശം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. ഗോലാൻ കുന്നിലെ നിവാസികൾ ഇപ്പോൾ ഇസ്രയേൽ ഭരണകൂടത്തോട് അനുകൂല മനസ്ഥിതി പ്രകടമാക്കുന്നു. ഗോലാൻ കുന്നിലെ വിമത സഖ്യം ഇതിനിടയിൽ സിറിയൻ ഭരണകൂടത്തിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളും യുദ്ധോപകരണങ്ങളുമൊക്കെ IDFന് കൈമാറുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. സിറിയൻ മണ്ണിൽ സമാനതകളില്ലാത്ത കടന്നുകയറ്റമാണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിറിയയിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഇനി ഇസ്രായേലികൾക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന കണക്കുകൂട്ടലിലാണ് ഇസ്രയേൽ. ഒരു വശത്ത് ഗാസ മുനമ്പിൽ നടത്തിയ സമാനതകളില്ലാത്ത ആക്രമണം, പിന്നീട് ലെബനൻ കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ, ഒടുവിൽ സിറിയൻ മണ്ണിലെ എല്ലാവിധ പ്രതിരോധങ്ങളും തകർത്തെറിഞ്ഞ ഇസ്രയേൽ ഇപ്പോൾ ശ്രദ്ധ തിരിച്ചിരിക്കുന്നത് പൂർണ്ണമായും യമനിലെ ഹൂതികൾക്ക് നേരെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.